നമുക്ക് ഈ ഭാരതത്തിലുള്ള ഏത് വ്യക്തിക്കും ജനാധിപത്യ സംവിധാനങ്ങളുള്ള രാഷ്ട്രങ്ങളിലെ പൊതുവെ ഏത് വ്യക്തിക്കും മിക്കവാറും ശ്രദ്ധയോടുകൂടി എന്ത് വേണമെങ്കിലും പറയാനും എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആര് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ ധർമ്മബോധമാണ്. അവനവൻ്റെ ധർമ്മബോധമാണ് എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. നിയമ ലംഘനത്തിലൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കൈകാര്യം ചെയ്യേണ്ടവർ കൈകാര്യം ചെയ്യും. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ആരും കൈകാര്യം ചെയ്യില്ല. 118A വകുപ്പ് കൊണ്ടുവന്ന് 4-ാം ദിവസം പിൻവലിക്കേണ്ടി വന്നതും നമുക്ക് വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. ഏതായാലും ശ്രേയാംസ് കുമാർ എന്ന് പറയുന്ന വീരേന്ദ്രകുമാറിൻ്റെ പുത്രൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്, അടിച്ചു മാറ്റാറുണ്ട്, കള്ളത്തരം ചെയ്യാറുണ്ട്. അതെല്ലാം നമുക്ക് കാണാനും അനുഭവിക്കാനും കേൾക്കാനും വായിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രേയാംസ് കുമാറിന് എന്ത് പറയാനും പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത ശ്രേയാംസ് കുമാറിന് ഉണ്ടാവണം. അദ്ദേഹം ദേശീയ ദിനപത്രം എന്ന് സ്വയം പറയുന്ന മാതൃഭൂമിയുടെ MD-യോ ചെയർമാനോ എന്തോ ആണ്. ആ MD ആണെങ്കിൽ അദ്ദേഹം MD ആയ സ്ഥിതിക്ക് ഒരു രാഷ്ട്രീയക്കാരൻ്റെ തറ ഭാഷ, ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ, മൂല്യമില്ലാത്ത തറ രാഷ്ട്രീയക്കാരനേക്കാൾ മോശമായിട്ട് പറയുന്നത് പിന്നെ രാഷ്ട്രീയക്കാരായ സ്ഥിതിക്ക് ജനങ്ങളെ എഴുതി തള്ളും. അദ്ദേഹം എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ അയാൾ എന്ന് പറയേണ്ട രീതിയിലാണ് ശ്രേയാംസ് കുമാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കമൻ്റ് ഉണ്ടായത്. ആരും ശ്രദ്ധിച്ചു കാണില്ല. മാതൃഭൂമി പത്രത്തിൽ തന്നെ ഒരു മൂലയ്ക്ക് ചെറുതായിട്ടൊരു ചരമക്കുറിപ്പ് മാതിരി അത് വന്നുള്ളൂ. കേരളത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം അടുത്ത ഇലക്ഷൻ വരെ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇത് കേരളത്തിലെ ഭരണകൂടത്തെ താഴെ ഇറക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കേരളത്തിലെ ഭരണകൂടത്തെ തകർക്കാനും വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് എന്നാണ് ശ്രേയാംസ് കുമാറിനെ പോലെ വീരേന്ദ്രകുമാറിൻ്റെ പുത്രൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ശ്രേയാംസ് കുമാർജിയോട് ചിരിച്ചുകൊണ്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അങ്ങയുടെ പത്രത്തിൽ വരുന്നതെല്ലാം ഇതുമാതിരിയുള്ള കള്ള ന്യൂസുകളാണോ, തറ ന്യൂസുകളാണോ, അല്ല അധാർമിക ന്യൂസുകളാണോ, അസത്യ ന്യൂസുകളാണോ? ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു കാരണം അടുത്ത ഇലക്ഷൻ വരെ ഈ അന്വേഷണം തുടരും എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ദേശദ്രോഹവും വർഗീയതയും കള്ളക്കടത്തും കള്ളനോട്ടും റിവേഴ്സ് ഹവാലയിലെ 100 കോടി മുക്കിയതും പിന്നെ ഇവിടെയുള്ള ശിവശങ്കറിനെയും സ്വപ്നയെയും ഇപ്പം രവീന്ദ്രനെയും അതുപോലെ കുറേയധികം ഡ്രഗ് മാഫിയ കോടിയേരി ബാലകൃഷ്ണനും ബാലകൃഷ്ണൻ്റെ മകനും ഇത്രയും പേരെയെല്ലാം ചോദ്യം ചെയ്യലും അതിലെ ഭൂരിഭാഗത്തെയും അറസ്റ്റ് ചെയ്യലും പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ടേയിരിക്കലും ഇതെല്ലാം വെറും പ്രഹസനമാണെന്നാണോ ശ്രേയാംസ് കുമാറെ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും ധാരാളം അഡ്വക്കേറ്റുമാരുമായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ, വളരെ സീനിയർ അഡ്വക്കേറ്റുമാരുമായിട്ട് ബന്ധം ഉണ്ടാവും. ആ അഡ്വക്കേറ്റുമാരെ വിളിച്ച് അടുത്ത ഇലക്ഷൻ വരെ കാണിക്കുന്ന സ്റ്റണ്ടാണ് ഈ അന്വേഷണം എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏത് കോടതിയിലേക്കും അപ്രോച്ച് ചെയ്തൂടെ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങളുടെ പത്രത്തിലൂടെ വരുന്ന വാർത്തകൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രയും കോടി കണ്ടുകെട്ടി ഇത്രയും വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ഇത്രയും വ്യക്തികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും കൊലപാതകം ഉൾപ്പെടെയുള്ള പല 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 കാര്യങ്ങളും CBIയും EDയും ഇൻകം ടാക്സും കസ്റ്റംസിലെ EDയും എല്ലാം റോ ഉൾപ്പെടെ ഉള്ളതും അന്വേഷിക്കുന്നതെല്ലാം അടുത്ത ഇലക്ഷൻ വരെയുള്ള പ്രഹസനമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ കേരള ജനത നിങ്ങൾക്കെതിരെ കേസെടുത്തു എന്ന് വിചാരിക്കുക. കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ അവഹേളിച്ച് രാഷ്ട്രീയമായിട്ട്
ഉപയോഗിക്കുന്നു എന്ന് ശ്രേഷ്ഠനായ മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരുടെക്കാൾ ഉയരത്ത് നിൽക്കുന്ന MD എന്ന ശ്രേയാംസ് കുമാർ പറഞ്ഞു. അത് ഈ രാഷ്ട്രത്തെ അവഹേളിക്കലല്ലേ? ഈ രാഷ്ട്രത്തിന്റെ നിയമാവലിയെ അവഹേളിക്കലല്ലേ? എല്ലാ വിഭാഗക്കാരും, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി എല്ലാ അന്വേഷണ ഏജൻസിയും ഇവിടെയുണ്ട്, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിങ്ങളുടെ പത്രത്തിൽ വരുന്നുണ്ടല്ലോ ശ്രേയാംസ് കുമാറെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പത്രത്തിൽ ഒരു സ്വാധീനവും ഇല്ലേ? ഇതുമാതിരി ഇലക്ഷൻ വരെയും നടക്കുന്ന ഈ അന്വേഷണങ്ങൾ വെറും രാഷ്ട്രീയ പകപോക്കലാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ രാഷ്ട്രീയ പകപോക്കലിനെതിരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെയുള്ള LDFനും നേതാക്കന്മാർക്കും ഒരുമിച്ച് ചേർന്ന് അങ്ങ് കേരളത്തിൽ ഇവരെ എല്ലാവരെയും അങ്ങോട്ട് വലിച്ച് അറബിക്കടലിൽ ഇട്ടൂടെ? അല്ല, മാത്രമല്ല, ഇത്രയുമെല്ലാം ഇവിടെ നടന്നിട്ടും നിങ്ങളിതൊന്നും അറിയുന്നില്ലേ? അല്ല, നിങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ വായിക്കാറില്ലേ? വായിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത പത്രമാണെന്ന് വിചാരിച്ചിട്ടാണോ വായിക്കാതിരിക്കുന്നത്? ഏതായാലും നിങ്ങൾ പറഞ്ഞത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ LDFന്റെ ഭാഗമാണ്. ആ LDFന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിലെ പിണറായി വിജയൻ എന്തിനാ ഈ അന്വേഷണ ഏജൻസികളെ ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞെന്തിനാ? ഈ 17,000 കിലോ ഈന്തപ്പഴം ഇവിടെ കൊണ്ടുവന്നതും, നിയമം ലംഘിച്ചുകൊണ്ട് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നതും, ഇവിടെ ഡ്രഗ്സ് ഒരു പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ കൈകാര്യം ചെയ്തതും, പോപ്പുലർ ഫ്രണ്ടിന്റെയും അങ്ങനെ നൂറുകണക്കിന് വ്യക്തികളുടെ വീടുകൾ ഡെയിലി റെയ്ഡ് ചെയ്യുകയും അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും ഇവരെ പലരെയും അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചോദ്യം നിരന്തരം ചെയ്യുകയും മരണഭീഷണി ഉണ്ടെന്ന് അവർ പറയുകയും, ഇതെല്ലാം ഡെയിലി ഒരു 100 പോയിന്റുകൾ നിങ്ങളുടെ പത്രത്തിൽ വരുന്നതിനൊക്കെ ഈ അടുത്ത ഇലക്ഷൻ വരെയുള്ള സ്റ്റണ്ടാണെന്ന് പറഞ്ഞാൽ, നിങ്ങളെ പോലെയുള്ള ഒരു മകനെ സൃഷ്ടിച്ച നിങ്ങളുടെ അച്ഛൻ ചെയ്ത ലോകത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണത്. അതല്ലെങ്കിൽ ഇത്രയും ചങ്കൂറ്റത്തോടുകൂടി രാജ്യസഭാ അംഗമായിട്ടുള്ള അങ്ങ്, LDF അങ്ങയെ നോമിനേറ്റ് ചെയ്തിട്ട് അച്ഛന്റെ സ്ഥാനത്ത് രാജ്യസഭാ അംഗമാക്കിയ അങ്ങ് ഈ രാജ്യസഭയെയും ലോകസഭയിലെയും MP-മാരെ എല്ലാവരെയും കൂടി ചേർത്ത് അടുത്ത ഇലക്ഷൻ വരെ കേരളത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളെ നഖശിഖാന്തം എതിർത്ത് തകർക്കണമെന്നും പറഞ്ഞ് പാർലമെന്റിന്റെ മുമ്പിൽ മരണം വരെ ഒരു നിരാഹാര സത്യാഗ്രഹം ഇരുന്നൂടെ? അത് മാത്രമല്ല, LDFന്റെ ഏറ്റവും ചെറിയ കടുകിന്റെ അത്രയുമുള്ള ഒരു പാർട്ടി മാത്രമാണല്ലോ അടുത്ത ഇലക്ഷൻ വരെയുള്ള പ്രഹസനമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞില്ലല്ലോ, LDFലുള്ള മറ്റു മന്ത്രിമാരോ മറ്റുള്ളവരോ പറഞ്ഞില്ല. രാഷ്ട്രീയം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ അടുത്ത ഇലക്ഷൻ വരെ ഇത് നടക്കുമെന്നും, ആ ഇലക്ഷൻ വരെ നടക്കുമെന്ന വാക്കിന് വലിയൊരർത്ഥമുണ്ട്. കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ച് കേരള ഗവൺമെന്റിനെ തകർക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞില്ലല്ലോ, യെച്ചൂരി പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ വെറുതെ ആരുടെങ്കിലുമൊക്കെ പേര് ഉപയോഗിക്കുകയല്ല. ബാക്കി എത്ര പാർട്ടികളാണ് അതിന്റെ കൂട്ടത്തിലുള്ളത്? അവരെന്താ പറയാതെ നിങ്ങൾ മാത്രം പറയുന്നത്? നിങ്ങളുടെ പത്രത്തിൽ വരുന്ന വാർത്തകളൊന്നും അപ്പൊ ഇലക്ഷൻ സ്റ്റണ്ട് നടത്താനുള്ളത് പ്രചരിപ്പിക്കാനുള്ള ആണോ നിങ്ങളുടേത്? ഇത്രയും അധികം ഈ 2.7 കോടി രൂപയ്ക്ക് ഒരാളുടെ വീട് കണ്ടുകെട്ടി ഇത്രയും പേര് അറസ്റ്റ് ചെയ്തു. അയാളുടെ വീട് കണ്ടുകെട്ടി 38 കോടി രൂപയുടെ സ്വപ്നയുടെ സ്വത്ത് കണ്ടുകെട്ടി, ശിവശങ്കറിന്റെ സ്വത്ത് കണ്ടുകെട്ടിരുന്നു, രവീന്ദ്രന്റെ സ്വത്തും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട 4 ജ്വല്ലറികളും അദ്ദേഹത്തിന്റെ വണ്ടികളും കണ്ടുകെട്ടുന്നു. ഇതൊക്കെ ഇലക്ഷന് വരെ വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ട് നാടകമാണെങ്കിൽ ശ്രേയാംസ് കുമാർ ഉടനെ തന്നെ ഒന്നുകിൽ മാനസിക രോഗത്തിനുള്ള ടാബ്ലറ്റ് കഴിക്കണം, അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ശക്തമായി കോടതിയിൽ പോയിട്ട് മുഴുവൻ തെളിവുകളും വെക്കണം. ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതും ഇത്രയും പേരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നതും ഇത്രയും കാര്യങ്ങൾ കണ്ടുകെട്ടുന്നതും പലരും ഇപ്പോഴും അവിടെ ബാംഗ്ലൂർ ജയിലിൽ കിടക്കുന്നതുമെല്ലാം അത്രയും ഇലക്ഷൻ സ്റ്റണ്ടും അടുത്ത ഇലക്ഷൻ വരെ നടത്തുന്ന ചവിട്ട് നാടകവുമാണ് എന്ന് ശ്രേയാംസ് കുമാർ പറഞ്ഞതിനെ ന്യായീകരിക്കത്തക്ക വിധത്തിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. ഇത് മാതൃഭൂമിയുടെ MD ആയിട്ടുള്ള വീരേന്ദ്രകുമാറിന്റെ പുത്രനായിട്ടുള്ള ശ്രേയാംസ് കുമാറിന്റെ വായിൽ നിന്നാണ് വന്നതെങ്കിൽ ഇത് ഈ ഭാരതത്തിന്റെ നിയമസംഹിതയോടും ഭരണകൂടത്തോടും അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഭരണഘടനയോടും ഇവിടെയുള്ള സകല ഏജൻസികളുടെ
ആത്മാർത്ഥതയോടും അവരുടെ വിശ്വാസ്യതയോടുമുള്ള വലിയൊരു ചോദ്യചിഹ്നവുമാണ്, അവഹേളനവുമാണ്, വെല്ലുവിളിയുമാണ് ശ്രേയാംസ് കുമാറിനെ പോലെ ഉള്ള ഒരു പത്രത്തിന്റെ MD ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ശ്രേയാംസ് കുമാർ ഇതിനും കൂടി ഒന്ന് ഉത്തരം പറയണം. ഞാൻ നേരത്തെ കുറേ ചോദ്യങ്ങൾക്ക് ഇന്നത്തെ മാതൃഭൂമിയിൽ കുറേ അധികം എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളാകാം, അല്ലാത്തതാകാം. എന്തുകൊണ്ട് ഹരിയാനയിലും പഞ്ചാബിലും മാത്രമേ കർഷകരുള്ളോ, ബാക്കി ഒരു സ്ഥലത്ത് കർഷകരില്ലേ? ഈ കർഷകര് പങ്കെടുത്തതിൽ ഖാലിസ്ഥാന്റെ മുദ്രാവാക്യം വരുന്നു. അതിനകത്ത് പല ജിഹാദികളും തീവ്രവാദികളും സിഖുകാരുടെ തൊപ്പിയും വെച്ചുകൊണ്ട് വരുന്നു. അതിനിടയ്ക്ക് 16 ലക്ഷം രൂപ ഒരാളിൽ നിന്ന് പിടിച്ചു. സൂപ്പർ കാറുകളിലും വണ്ടികളിലുമാണ് കർഷകർ വന്നിരിക്കുന്നത്. വഴിയേ കൂടെ പോകുന്ന സിഖുകാരനെയും പിടിച്ച് കർഷകൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന മാതൃഭൂമി പത്രം ഇതിനൊക്കെ ഒന്ന് ഉത്തരം തരണമെന്ന് പറഞ്ഞിരുന്നതിന്, ഞാൻ പറയാത്തതിനായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം കുറേ അധികം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇതിനും ഉത്തരം നൽകണ്ടേ? ശ്രേയാംസ് കുമാറിന്റെ വരി അടുത്ത ഇലക്ഷൻ വരെയേ ഈ അന്വേഷണങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പുറകില് ഇവിടത്തെ ഭരണാധികാരികളും ഇവിടത്തെ ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ ഭരണഘടനയും ഇത്രയും അന്വേഷണ സംഘത്തിനും എതിരെ ഉള്ള അവഹേളനവും അപകീർത്തിപ്പെടുത്തലും വെല്ലുവിളിയും നിരാകരിക്കലും നിഷേധിക്കലും എല്ലാമാണ്. അത് ശ്രേയാംസ് കുമാറിനെ പോലെയുള്ള ഒരാള് പറഞ്ഞതുകൊണ്ട്. ബാക്കി രാഷ്ട്രീയക്കാർ പറയും അതൊക്കെ വിട്ടുകളയലാണ് പതിവ്. ഏതായാലും മാതൃഭൂമി എന്ന പത്രത്തിന്റെ ദേശീയത നിറഞ്ഞ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെയും ദാമോദരൻ നായരുടെയും ദാമോദര മേനോന്റെയും ലീലാ ദാമോദര മേനോന്റെയും KP കേശവ മേനോന്റെയും ജീവത്യാഗത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പത്രത്തില് ആ പത്രത്തിന്റെ MD ആണെന്നാണ് എൻ്റെ വിശ്വാസം, ചെയർമാൻ അല്ലെന്ന് തോന്നുന്നു. MD ആണെങ്കിൽ MD, ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ, ഇങ്ങനെ ഒരു വരി ഉപയോഗിച്ചത് അത് ഈ രാഷ്ട്രത്തോടുള്ള അവഹേളനമാണ്, ഉറപ്പാണ് എന്നുകൂടി. ഒന്ന്, കേരളത്തിലെ ചിന്തകരോടും അഡ്വക്കേറ്റുമാരോടും ജഡ്ജിമാരോടും അതുപോലെ ജേർണലിസ്റ്റുമാരോടും ബുദ്ധിജീവികളോടും സാംസ്കാരിക നായകന്മാരോടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രേയാംസ് കുമാറിനെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടല്ല സംസാരിക്കാറുള്ളത് എന്നാണ്